കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 20. നമ്മൾ ശ്ലോകം 26 ചെയ്തിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ ഗുണദോഷങ്ങളൊക്കെ ശരിക്കും ഗുണത്തിനും ദോഷത്തിനൊക്കെ അതീതാണ്, ശരിയാണ്. പക്ഷേ അതായത് നല്ല ജ്ഞാനം വന്ന ആൾക്ക് ഗുണദോഷങ്ങളൊന്നും വ്യത്യാസമില്ല, ഭേദഭാവനയില്ലല്ലോ. പക്ഷേ എന്താ വെച്ചാൽ ഈ നമ്മുടെ അറ്റാച്ച്മെൻറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിഷയ സുഖങ്ങളുടെ ആഗ്രഹം ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ് ഇത് ഗുണമാണ് ഇത് ദോഷമാണെന്ന പ്രകാരം വിധിച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ദോഷമുള്ളതിനെ അശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം അങ്ങനെ തന്നെ പറയണം, ഗുണദോഷം വിവേചനം വേണം. അതായത് സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് സ്വാഭാവികമായിട്ട് പല അശുദ്ധികളും ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് ആ മനസ്സിൻ്റെ അശുദ്ധി നീക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രമേണ അതിനെ അശുദ്ധി കളയാനായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ഗുണദോഷം എന്ന് പറഞ്ഞിട്ട്, ഗുണദോഷം വിധിച്ചിരിക്കുന്നത്. അങ്ങനെ വിധി അല്ലാതെ നമുക്ക് അശുദ്ധങ്ങളെ എല്ലാ കർമ്മങ്ങളെ കൊണ്ടും ഒരു ഫലമില്ല എന്നറിയാം. എങ്കിൽ പോലും ആദ്യം നമുക്ക് സുഖവും ഗുണവും ദോഷവും നോക്കിയിട്ട് ദോഷമാണെന്ന് തോന്നണേന് ആവണം. അല്ലാണ്ട് ഒരുവിധം ഗുണമില്ല. അതുകൊണ്ട് വേദങ്ങളൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം, വേദങ്ങളൊക്കെ നിവൃത്തി മാർഗത്തിലേക്ക് എത്താനുള്ള തന്നെയാണ് അവസാനം പറയണത്. അതായത് അതുകൊണ്ട് ഒരു യോഗിക്ക് തൻ്റെ സ്വധർമ്മമനുസരിച്ച് യോഗത്തിൽ തന്നെ വർത്തിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആണ് പറയണത് കേട്ടോ അതിൽ. ഇനി നമുക്ക് ഭക്തി യോഗത്തിനെ 9 ശ്ലോകം കൊണ്ട് ഭഗവാൻ ഇനി പറയുന്നുണ്ട്. അപ്പം നമുക്ക് 27ഉം 28ഉം ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം. 27ഉം 28ഉം. ജാതശ്രദ്ധോ മത്കഥാസു നിർവിർണ സർവകർമ്മസു വേദ ദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വരഃ. 28. തതോ ഭജേത മാം പ്രീതഃ ശ്രദ്ധാലുർദൃഢനിശ്ചയഃ ജൂഷമാണശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ. നമുക്ക് വാക്കിൻ്റെ അർത്ഥം നോക്കാം. മത് കഥാസു ജാതശ്രദ്ധ, എൻ്റെ കഥയിൽ നല്ല ശ്രദ്ധയോടുകൂടിയവനും, സർവകർമ്മസു, സകല ലൗകികമായിട്ടുള്ള ഈവൻ വേദങ്ങൾ വിധിച്ച കർമ്മങ്ങളിലും, നിർവിണ്ണ, അതൊന്നും കൊണ്ടൊന്ന് കിട്ടുന്ന ഫലമൊന്നും ശാശ്വതമല്ല എന്നറിഞ്ഞ് അതിനോട് ദുഃഖമാണ് നിർവിണ്ണം എന്ന് പറഞ്ഞാൽ അതിനോട് വെറുപ്പുണ്ടായവനും, അതായത് കർമ്മം ഇങ്ങനെ ചെയ്ത് ഫലം ഉണ്ടാവണേ വെറുപ്പ് വന്നവനും, നല്ല എന്നിൽ ഭക്തിയുള്ളവനും, കാമാൻ കർമ്മഫലങ്ങൾ എന്ന് ദുഃഖാത്മകാൻ വേദാപി അറിഞ്ഞിട്ടും കൂടി പരിത്യാഗേ അനിശഃ അവയെ വിടുന്നതിൽ ശക്തിയില്ല. അറിയൊക്കെ ചെയ്യാം, നമുക്ക് ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയിട്ടുള്ള സുഖം നശ്വരാണെന്നൊക്കെ അറിയാം, എന്നിട്ടും അതിനെ വിടാൻ ഇരിക്കുന്നവൻ, അതാണ് പരിത്യാഗേ അനിശ പറഞ്ഞ. ത്യാഗം ത്യജിക്കാൻ വയ്യ. അങ്ങനത്തെ തതഹ അത് തുടങ്ങി ദുഃഖോദർക്കാൻ പിന്നീട് ദുഃഖം നൽകുന്ന താൻ കാമാൻ ആ കർമ്മഫലങ്ങളെ, അതായത് കാമം ആഗ്രഹം കൊണ്ട് കർമ്മം ചെയ്തുണ്ടാവുന്ന ഫലങ്ങളെ ഗർഹയൻ ച നിന്ദിച്ചും കൊണ്ടു തന്നെ, ജൂഷമാണ് അനുഭവിച്ചും കൊണ്ടും ചാന്നാണ് അനുഭവിച്ചു കൊണ്ടും, ജൂഷമാണ ച പ്രീത അതുകൊണ്ട് പ്രീതനും, ദൃഢനിശ്ചയ ഭക്തി കൊണ്ട് തന്നെ സകലതും മോക്ഷം തന്നെ സിദ്ധിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയവനും, ശ്രദ്ധയുള്ളവനായും മാം ഭജേത എന്നെ സേവിക്കുന്നു. എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ എൻ്റെ ഭഗവാൻ പറയാണ്, എൻ്റെ ലീലകളിലും എൻ്റെ കഥാശ്രവണത്തിലും നല്ല ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹവും അതിൽ രസം കാണുന്നവ അല്ലെങ്കിൽ അതിന് ശ്രദ്ധയുള്ളവനും, കർമ്മങ്ങൾ ചെയ്തിട്ട് മടുത്തു എന്ന് ഒരു വെറുപ്പ് വന്നവനും, എല്ലാ ആഗ്രഹങ്ങളും ദുഃഖപര്യവസായിയാണെന്ന് അറിഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ ശക്തിയില്ലാത്തവനുമായവൻ,
ശ്രദ്ധാലുവും എന്നിൽ ഭക്തി കൊണ്ട് എന്തും സാധ്യമാണെന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടിയവനും സന്തുഷ്ടനുമായി എന്തു വേണം? അങ്ങനത്തെ ഈ ആഗ്രഹങ്ങളെ, ദുഃഖം മാത്രം നൽകുന്ന അങ്ങനത്തെ ആഗ്രഹങ്ങളെ അത് അനുഭവിച്ചു കൊണ്ടും ഭക്തി വിടാതെ എന്നെ ഭജിക്കണമെന്ന്. അങ്ങനെ ആയാൽ അപ്പോൾ കുറേ നമുക്ക് തുടക്കത്തിലൊക്കെ നല്ല ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹം സാധിച്ചാൽ സന്തോഷം, സാധിച്ചില്ലെങ്കിൽ ദുഃഖം, സാധിച്ച ഫലം നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഒക്കെ ഉണ്ടാവും. അതൊക്കെ നശ്വരമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, പക്ഷെ അതിനെ ത്യജിക്കാനും പറ്റണില്ല. അത്രയ്ക്ക് വിരക്തി വന്നിട്ടില്ലാത്തൊരു ഭക്തൻ അതൊന്നും നോക്കണ്ട, അത് അനുഭവിച്ചും കൊണ്ട് തന്നെ ഭക്തിമാർഗത്തിൽ തന്നെ സഞ്ചരിക്കൂ. പക്ഷെ ഒരു വിശ്വാസം വേണം. ഞാൻ ഈ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഈ ആഗ്രഹമൊക്കെ ആശകളൊക്കെ ഇല്ലാതെയാക്കും ഭഗവാൻ. അപ്പം എനിക്ക് പിന്നെ വിരക്തി വരും എന്ന് ദൃഢമായിട്ട് ഭക്തി കൊണ്ട് എനിക്ക് മോക്ഷം തന്നെ സാധ്യമാണെന്ന് വിശ്വസിച്ച് കൊണ്ട് തൽക്കാലം ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളിൽ നിന്നുള്ള ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ അനുഭവിച്ച് ദൃഢമായിട്ടും ശ്രദ്ധയോടും കൂടി ഭക്തിമാർഗത്തിൽ തന്നെ നിന്ന് എന്നെ തന്നെ ശ്രദ്ധയോടുകൂടി ഭജിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഭഗവാൻ ഒരു വിഷമമില്ലാത്ത തരത്തിലാണ് പറയണത്. എൻ്റെ ഭൗതിക സുഖങ്ങൾക്കുള്ള ആശയൊന്നും മാറിയിട്ടില്ല, ഞാൻ എവിടെ കിടക്കണോ, എനിക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയണം ഭഗവാൻ. എത്ര നീചന അല്ലെങ്കിൽ എത്ര പ്രാകൃത ഭക്തനാണെങ്കിലും ഭഗവാന്റെ ഭക്തി എന്നെ മോക്ഷത്തിൽ എത്തിക്കുന്ന ദൃഢവിശ്വാസം ഉണ്ടായിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതനുഭവിച്ച്, ദുഃഖമുണ്ടെങ്കിലും സുഖമുണ്ടെങ്കിലും അതൊക്കെ അനുഭവിച്ചു കൊണ്ട് തന്നെ ആ ഭക്തി വിടാതെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി ഭക്തിമാർഗത്തിൽ തുടർന്നാൽ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെയാവുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതൊരാൾക്കും ഭക്തിമാർഗം പറ്റുന്നതാണ്. നിങ്ങളതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ടെന്ന് തന്നെയാണ് ശരിക്കും ഇൻഡയറക്റ്റായിട്ട് പറയണതേ. അതാണിതിൽ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അതായത് നമുക്ക് ശരിക്കും പറയാച്ചാൽ യോഗാഭ്യാസം കൊണ്ട് പതുക്കെ ആവുന്നൊക്കെ പറഞ്ഞു. ഇനി അത് പറ്റില്ലെങ്കിൽ ദുഃഖദായകങ്ങളായിട്ടുള്ള കാമങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുള്ളപ്പോഴും അത് മനസ്സിലുണ്ടായാൽ മതി. ഇതൊന്നും എനിക്ക് ശരിക്കും ശാശ്വതമല്ല, ഇതൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പറ്റണില്ല എന്ന് വെച്ചോളൂ. അങ്ങനെ പറ്റാത്ത സമയത്തും നല്ല ദൃഢവിശ്വാസത്തോടെ ഈശ്വരമാർഗത്തിൽ തന്നെ സഞ്ചരിച്ചാൽ മതിയെന്ന്. അതായത് അങ്ങനെ ഹൃദയത്തിൽ നമ്മൾ ഭക്തിമാർഗത്തിൽ പോയാൽ ബാക്കി ഹൃദയത്തിൽ അവശേഷിക്കുന്ന കാമങ്ങളൊക്കെ തന്നെ നമ്മളെ വിട്ടുപോകും. അതായത് ഭഗവാനിലുള്ള ദൃഢവിശ്വാസവും ഭക്തിയും ഭഗവാനെ ഭജിക്കുകയും ചെയ്താൽ നമുക്ക് കാമങ്ങളും ഇതൊന്നും മുഴുവൻ അറ്റാച്ച്മെൻ്റ് ഒന്നും വിടാൻ സാധിക്കണില്ല എന്ന് നമുക്ക് ദുഃഖം തോന്നിയാലും കൂടി അതൊന്നും നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പതുക്കെ അതൊക്കെ നമ്മളെ വിട്ടുപോകും. എന്താ വെച്ചാൽ ഭഗവാന്റെ ശക്തി കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിനെയൊക്കെ തന്നെ അപ്പം ഭക്തിമാർഗത്തിൽ തന്നെ നമ്മൾ നിരാശയില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് യാതൊരു ഗതിയില്ല എന്നൊന്നും വിചാരിക്കാതെ തന്നെ ഭക്തിമാർഗത്തിൽ തന്നെ നമ്മളെ പിടിച്ചു നിൽക്കണം. എന്നാൽ നമുക്ക് ഇത് സാധ്യജന്മം തന്നെയാണെന്ന് വിചാരിച്ച് നമ്മളെ പിടിച്ചു നിൽക്കണം എന്നാണ് പറയണതേ. അതാണതിൽ പറയണത്. നോക്കട്ടെ കേട്ടോ, അത് ഒരു ഭാഗത്ത് ഞാൻ എന്തോന്ന് വായിച്ചു. നോക്കട്ടെ. അപ്പോൾ അതൊക്കെ ആദ്യം പറഞ്ഞല്ലോ, ഭഗവാൻ ഗുണദോഷ ദർശനം ദോഷമൊന്നുമല്ല. ഒരു ലെവൽ വരെ നമുക്ക് ഇത് ചീത്തയാണ്, അത് ഉപേക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കാം. പിന്നെ ആ ഒരു പ്രത്യേക നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗിച്ച് ഒരു ലെവൽ എത്തുമ്പോൾ പിന്നെ ഗുണദോഷങ്ങളൊന്നും അഫക്റ്റ് ചെയ്യില്ല. അതുവരെ അത് വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇനിയാണ് ഈ ഭഗവാൻ ഞാൻ എന്തോ വളരെ നല്ലൊരു പോയിൻ്റ് വായിച്ചു. അതാണ് കർമ്മങ്ങൾ ചെയ്ത് മടുപ്പും കർമ്മഫലങ്ങളിൽ വിരക്തിയും ഒക്കെ വരേണ്ടതാണ് ശരിക്കും. പക്ഷെ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും
എന്താണ് പറയണത്? അങ്ങനെ അതായത് ഈ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദുഃഖദായകങ്ങളാണെന്ന് അറിയുകയും എന്നിട്ട് സർവകർമ്മങ്ങളും നമ്മളെ വേണ്ടാന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടും നമുക്ക് അതിനെ ത്യജിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ കഥകളിൽ ശ്രദ്ധയുള്ളവനായി എന്നെ ഭക്തിപൂർവം ഭജിച്ചാൽ എത്ര കാമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ദുഃഖദായകങ്ങളാണെന്ന് അറിയണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഭക്തിയിൽ നല്ലോണം ശ്രദ്ധിച്ച് സന്തോഷത്തോടു കൂടി ദൃഢനിശ്ചയത്തോടു കൂടി എന്നെ ഭജിക്കണം. എന്നാൽ ഈ കാമനകളൊക്കെ വിട്ടുപോകും തന്നെയാണ് ഭഗവാൻ പറയണത് കേട്ടോ നമ്മളോട്. അപ്പോൾ നമുക്കൊക്കെ ആശയ്ക്ക് വകണ്ട് സാധാരണ അറ്റാച്ച്മെൻറ്റ് മാറാത്തവർക്കും. അതുകൊണ്ടാണ് ഭക്തിയോഗം ഇതിന് നടുക്കുള്ളവർക്കാണ് പറഞ്ഞത്. വിരക്തിയും ഇതൊക്കെ പൂർണ്ണമായിട്ടുള്ളവർക്കാണ് സന്യാസം അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറഞ്ഞൂല്ലോ നമ്മളെ. പിന്നെയോ ഒട്ടും ഒട്ടും അതിലേക്ക് വരാത്തവർക്ക് കർമ്മയോഗം എന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിരക്തി വന്നിട്ടുമില്ല, അത്യാസക്തി ഇല്ലേനും അങ്ങനെയുള്ളവർക്കാണ് ഭക്തിമാർഗം എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചൊക്കെ നമുക്കുണ്ടെങ്കിലും ഭക്തിമാർഗത്തിൽ പോയാൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ പതുക്കെ ഇല്ലാതെയാക്കി വിരക്തി നൽകും എന്ന് പറയാണ്. നമുക്കൊരു എഷ്വറൻസ് തരികയാണ്. ജാതശ്രദ്ധോ മത്കഥാസു നിവിർണ സർവകർമ്മസു വേദ ദുഃഖാത്മകാൻ കാമാൻ. ദുഃഖം തരണതാണെന്ന് അറിഞ്ഞാലും വേദ ദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വര പറ്റണില്ല ത്യജിക്കാൻ കാമങ്ങളെ. തതോ ഭജേതമാം പ്രീത, എന്നാൽ എന്നെ ഭജിക്കൂ സന്തോഷത്തോട് കൂടിയിട്ട്. ശ്രദ്ധാലുർ ദൃഢനിശ്ചയം വേണം, വിശ്വാസം വേണം. ഞാനിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എനിക്കിതൊന്നൊക്കെ മുക്തി കിട്ടുന്നേ. ജൂഷമാണശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ. ഈ ദുഃഖദായകങ്ങളാണെന്ന് അറിഞ്ഞും കൊണ്ട് അത് അനുഭവിച്ചും കൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ. ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകും, മോക്ഷത്തിലേക്ക് നയിക്കും എന്ന് പറയാണ്. ഇനി എങ്ങനെ ഭജിക്കണം എന്നാണ് പറയണത് കേട്ടോ. പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃൻ മുനേഹേ കാമ ഹൃദയ നശ്യന്തി സർവേ മയി ഹൃദി സ്ഥിതേ. 29. പ്രോക്തേന ഭക്തിയോഗേന. മുമ്പ് ഭഗവാൻ തന്നെ പ്രോക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതായിട്ടുള്ള ഭക്തിയോഗത്താൽ എന്നെ അസകൃതി എപ്പോഴും ഭജതഃ മുനെ ഭജിക്കുന്ന ഒരു സാധകൻ്റെ ഹൃദയാഹ മനസ്സിലിരിക്കുന്ന സർവകാമങ്ങളും മയി ഹൃദി സ്ഥിതേ നശ്യന്തി. ഞാൻ ഹൃദയത്തിലിരിക്കുന്നതിനാൽ നശിക്കുന്നു. അതന്നെയാണ് പറഞ്ഞത്. എന്താ അറിയോ, മുമ്പ് പറഞ്ഞ ഈ ശ്രവണവും കീർത്തനവും അങ്ങനെ ഭക്തിവർദ്ധകങ്ങളായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും നിരന്തരം ചെയ്ത് എന്നെ ഭജിക്കണ ആ സാധകൻ്റെ ഹൃദയത്തിലുള്ള സർവ ആഗ്രഹങ്ങളും ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ പതുക്കെ എല്ലാം നശിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നു നമുക്ക്. എന്താ പറയണേ, ഈ ശ്രവണം കീർത്തനം ഭഗവാനെ നാമജപം ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്ന എന്നെ ഭജിക്കുന്ന ഭക്തൻ്റെ ഹൃദയത്തിലത്തെ എല്ലാ ആഗ്രഹങ്ങളെയും സർവകാമങ്ങളെയും പാപങ്ങളെയും ഒക്കെ ഭഗവാൻ പറയാണ്, ഞാൻ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അതൊക്കെ തന്നെ നശിച്ചോളും. അതുകൊണ്ട് നിങ്ങളെ എന്നെ വിചാരിക്കുക മാത്രമേ വേണ്ടൂ. എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്നൊന്നും നോക്കണ്ട, എന്നെ നിരന്തരം ഭജിക്കൂ. നിങ്ങളുടെ മനസ്സ് തന്നെ ശുദ്ധാവും. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളുടെ മനസ്സിൽ പ്രകാശിക്കും. അപ്പം കാമങ്ങളും പാപങ്ങളും വാസനകളും ഒക്കെ നശിച്ചോളും എന്ന് പറയാണ്. ഭഗവാനാകുന്ന ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ ബാക്കിയൊക്കെ അന്ധകാരം നൽകുന്ന എല്ലാം പൊക്കോളും എന്ന് പറയാണ്. ഇത്ര നമുക്ക് എന്തൊരു നല്ലൊരു ഒരു ഉറപ്പാണ് ഭഗവാൻ തരണം. നോക്കൂ, എത്ര തന്നെ പറയണം അല്ലേ. മുമ്പ് പറഞ്ഞ ഈ ഭക്തി സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് എന്നെ നിരന്തരം ഭജിക്കൂ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിലുള്ള സർവ്വകാമങ്ങളും സർവ്വവാസനകളും സർവ്വപാപങ്ങളും ഞാൻ ഹൃദയത്തിൽ സ്ഥായിയായിട്ട് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ നിശേഷം നശിക്കും. നിങ്ങൾ വിഷമിക്കണ്ട. പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃൻ മുനേഹേ കാമാഹൃദയ നശ്യന്തി സർവേ മയി ഹൃദി സ്ഥിതേ. അപ്പം ഭഗവത് സ്മരണം തന്നെ വേണ്ടു എന്നാണ് പറഞ്ഞ കേട്ടോ.
ഇനിയാണ് പറയണത്. എന്ത് വളരെ ഫേമസ് ആയിട്ടുള്ളത് എന്ത്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേഖിലാത്മനി. എന്താ ഭഗവാൻ പറയണത്? ഫേമസ് ആയിട്ടുള്ള ഈ ഒരു അഷ്വറൻസ് നമുക്ക് തസ്മാത് അതുകൊണ്ട് ഇഹ ഈ ലോകത്തിൽ മത് ഭക്തിയുക്തസ്യ എന്നിൽ ഭക്തിയുള്ളവനും മതാത്മനഃ എന്നിൽ മനസ്സ് വെച്ചവനുമായ യോഗിന ആ സാധകന് പ്രായഃ മിക്കവാറും വൈരാഗ്യം ശ്രേയസ് നൽകുന്നതായി ന ഭവേദ് ആകും. മിക്കവാറും വൈരാഗ്യം ശ്രേയസ് നൽകുന്നതായി ന ഭവേദ് ആകുന്നില്ല. ജ്ഞാനം ചാന്ന ജ്ഞാനവും ആകുന്നില്ല. അല്ല സോറി തെറ്റാ അടുത്തതാ വായിച്ചട്ടോ. അപ്പോൾ പിന്നെ അടുത്ത ശ്ലോകത്തിൻ്റെ അന്വയ വായിച്ച 30 ഭിദ്യതേ ഹൃദയക്കന്തി അഖിലാത്മനി മയി എല്ലാവർക്കും ആത്മാവായിട്ടുള്ള അല്ലേ സർവാന്തര്യാമിയായ എന്നിൽ ദൃഷ്ടേ അതായത് ദൃഷ്ടി പതിപ്പിച്ചാലേ ഹൃദയഗ്രന്ഥി ഭിദ്യതേ അഹങ്കാരത്തിൻ്റെ ആ ഗ്രന്ഥി തന്നെ നശിക്കും. സർവ സംശയാഹ എല്ലാ സംശയങ്ങളും നശിക്കും. ഛിദ്യന്തേന്ന് സംശയങ്ങൾ നശിക്കും. ഈ അറ്റാച്ച്മെൻ്റ് ആകുന്ന ഗ്രന്ഥി നശിക്കും. ആ കയറ് അറ്റാച്ച്മെൻ്റ് ആകുന്ന പാശം ബന്ധപാശം നശിക്കും. നമ്മളെ പിന്നെ സംശയങ്ങൾ നശിക്കും. കർമാണീച്ച സംസാരത്തിൻ്റെ പിന്നെയും ഇനി ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിയാൻ നമ്മൾക്ക് ഉണ്ടാവുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളെയും എല്ലാം ക്ഷയിപ്പിക്കും ഭഗവാനുള്ള ഭക്തി. അതാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. എന്താ അത്? അതായത് എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള എന്നെ പ്രാപിച്ചാൽ അഹങ്കാരഗ്രന്ഥിയൊക്കെ ഭേദിക്കപ്പെടുന്നു. പിന്നെയോ എല്ലാ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. ഈ സാധകൻ്റെ പ്രാരബ്ധം ഒഴിച്ചുള്ള എല്ലാ കർമ്മങ്ങളും നശിക്കും. പ്രാരബ്ധം നമ്മൾ ആ ദേഹം വീണ വരെ ഉണ്ടാവും. പക്ഷേ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു സിദ്ധൻ്റെ എല്ലാ അറ്റാച്ച്മെൻറ്റും നശിക്കുന്നു. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞില്ലേ. പിന്നെ എല്ലാ സംശയങ്ങളും നശിക്കുന്നു. എല്ലാ സഞ്ചിത കർമ്മങ്ങളും നശിക്കുന്നു. എല്ലാ ആഗാമിക കർമ്മങ്ങളും നശിക്കുന്നു. എല്ലാ വാസനകളും നശിക്കുന്നു. ഈ പ്രാരബ്ധകർമ്മം കഴിയണവരെ എന്നെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാലും ആ പ്രാരബ്ധകർമ്മം കഴിയണവരെ ഈ ദേഹത്തിലിരിക്കണം. പക്ഷേ ദേഹം വീണ് കഴിഞ്ഞാൽ നേരെ മോക്ഷായി. ദേഹങ്ങൾ വീണതോടുകൂടി നമ്മുടെ ഭഗവാൻ തന്നെ ആത്മാവന്നെയായി തീരുന്നു. അതാണതിൽ പറഞ്ഞത്. എത്ര ഒരു വലിയ അതായത് ഭക്തി കൊണ്ട് സാധ്യമല്ലാത്തത് ഇല്ല. അതായത് ഭക്തി കൊണ്ട് ഭഗവാനെ തന്നെ ലഭിക്കും അല്ലെങ്കിൽ മോക്ഷം തന്നെ ലഭിക്കും എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ എത്ര പിന്നെ നമ്മളെ മനസ്സത്ര അശുദ്ധമാണെങ്കിൽ പോലും ഭഗവാൻ പ്രകാശിച്ചിട്ട് അശുദ്ധി നീക്കി നമ്മളെ ഈ ഹൃദയഗ്രന്ഥി ഭേദിപ്പിച്ച് സംശയങ്ങളെ നീക്കി നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും കർമ്മവാസനകളെയും നശിപ്പിച്ച് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ. എന്തുകൊണ്ട്? എങ്ങനെയാണെങ്കിൽ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് മനസ്സിൽ എപ്പോഴും സ്മരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേഖിലാത്മനി. പ്രാരബ്ധകർമ്മം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതിൽ. പക്ഷേ അതങ്ങനെയാണ് നമ്മളിതിന് മുമ്പൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. ഈ ജീവൻ മുക്തനായിട്ട് പ്രാരബ്ധകർമ്മം കഴിയണവരെ ഈ ശരീരത്തിലിരുന്നിട്ട് ഈ ശരീരം വീഴുമ്പോൾ നേരെ നമുക്ക് മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 31 വായിക്കാട്ടോ. പിന്നെ അതാണ് ഞാൻ അറിയാണ്ട് വായിച്ച മുമ്പേ. തസ്മാൻ മദ്ഭക്തിയുക്തസ്യ യോഗിനോ വൈ മദാത്മന നജ്ഞാനം നച വൈരാഗ്യം പ്രായശ്രേയോ ഭവേദിഹ. തസ്മാത് അതുകൊണ്ട് ഈ ലോകത്തിൽ മദ്ഭക്തിയുക്തസ്യ എന്നിൽ ഭക്തിയുള്ളവനും മദാത്മന എന്നിൽ മനസ്സ് വെച്ച ഭക്തന് പ്രായ മിക്കവാറും വൈരാഗ്യം ശ്രേയ
വൈരാഗ്യം ശ്രേയസ് നൽകുന്നതായി ന ഭവേത് ആകുന്നില്ല, ജ്ഞാനം ച നാജ്ഞാനവും ആകുന്നില്ല. എന്തതിൽ പറയണച്ചാൽ, അതുകൊണ്ട് എന്നിൽ ഭക്തിയോടുകൂടിയവനും എന്നെ തന്നെ സദാ മനസ്സിൽ സ്മരിക്കുന്നവനുമായ സാധകന് ജ്ഞാനമോ വൈരാഗ്യമോ ഒന്നും തന്നെ വേറെ വേണ്ടാന്ന്. അതായത് ഭക്തിയുള്ളവർക്ക് ജ്ഞാനം വേണമെന്നോ ഒന്നും ഭഗവാനെ വേണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. അപ്പം അവർക്ക് എനിക്ക് വൈരാഗ്യം വന്നില്ലല്ലോ, എനിക്ക് ജ്ഞാനം കിട്ടില്ലല്ലോ എന്നുള്ള വിചാരമേ ഇല്ല. അതൊന്നും ശ്രേയസ്കരാണെന്ന് അവർക്ക് തോന്നുന്നില്ല. ജ്ഞാനവും വൈരാഗ്യവും ഭക്തി ഉണ്ടെങ്കിലേ നല്ല ശരിക്കുള്ള പരമഭക്തന് ഭക്തി മാത്രമേ വേണ്ടൂ. അതാണ് പറയുന്നത്. ആ സാധകനെ ഭക്തി തന്നെ സർവശ്രേയസ്സുകളെയും പ്രദാനം ചെയ്യും. ജ്ഞാനവും വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഗോപികമാർക്കൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്. ജ്ഞാനവും വൈരാഗ്യമൊന്നും വന്നു നിശ്ചയില്ല അവർക്ക്. പക്ഷേ എപ്പോഴും കൃഷ്ണനെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ, അവർക്ക് മോക്ഷം തന്നെ കിട്ടിയല്ലോ. സർവശ്രേയസ്സും അവർക്ക് കൊടുക്കും ഭഗവാൻ. അതായത് അങ്ങനെയുള്ളൊരു സാധകനെ പിന്നെ ജ്ഞാനത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഭവേന്ന് പറയുന്നില്ല. അതാണ്. അതായത് അത് ജ്ഞാനവും ശ്രേയസ്സൊന്നും വേണമെന്നില്ലേണ്ടേവും ഭക്തി കൊണ്ടേ. അത്രയ്ക്ക് ഭക്തിയുടെ പ്രാധാന്യം പിന്നെ എന്താണ് ഈ ഭാഗവതം പറയണതിനൊരു കണക്കില്ല കേട്ടോ. എന്താ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഉദ്ധവനിൽ കൂടി. അതുകൊണ്ട് എന്നിൽ ഭക്തി ഉള്ളവൻ, എന്നെ തന്നെ സദാ സ്മരിക്കുന്നവനുമായിട്ടുള്ള ആ ഒരു സാധകന് ജ്ഞാനവും വൈരാഗ്യവും ഒന്നും ശ്രേയസ്കരായിട്ടുള്ളതാണെന്ന് തന്നെ തോന്നുന്നില്ല. അത് വേണം തന്നെ ഇല്ല. ആ സാധകന് ഭക്തി തന്നെ എല്ലാ ശ്രേയസ്സും നൽകും. പിന്നെന്തിനാ വേറെ? അതായത് ജ്ഞാനത്തിനോ വൈരാഗ്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. അതായത് എന്നെ സർവാന്തര്യാമിയായിട്ടുള്ള എന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ എന്നുള്ള അഹന്ത മമത, അതാണ് ഹൃദയഗ്രന്ഥി പറഞ്ഞത്. അഹന്തയും മമതയൊക്കെ ആ കെട്ടൊക്കെ പൊട്ടിച്ചിതറും, എല്ലാ സംശയങ്ങളും നശിക്കും, കർമ്മങ്ങളും ക്ഷയിക്കും. അങ്ങനെ ഭക്തി അങ്ങനത്തെ ഭക്തനായിട്ടുള്ളൊരു സാധകന് ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നു പറയണേ. അതായത് ചുരുക്കി പറയാച്ചാൽ തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ദാനധർമാദികൾ കൊണ്ടും നേടാവുന്നതൊക്കെ ഭക്തി കൊണ്ട് ഒന്ന് മാത്രം വരുന്നെങ്കിൽ ഇപ്പോൾ ഭഗവാൻ പറയിട്ടോ. ഇത് പറയാൻ പോകണ്ട. ഭക്തി മാത്രമേ വേണ്ടൂന്ന്. ഇനി നോക്കട്ടെ, സമയം കൂടി നോക്കട്ടെ. ഞാൻ ഒന്നും കൂടി ചെയ്യാൻ സമയമുണ്ടോയെന്നറിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടെണ്ണം കൂടി ചെയ്യാം. അതൊന്നിച്ചാണ് 32, 33. അതെ. യത് കർമ്മഭിർ യത് തപസ, അതാണ് ജ്ഞാനവൈരാഗ്യ തശ്ചയത് യോഗേന ദാനധർമ്മേണ ശ്രേയോഭിരിതരൈരഭി സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭതേഞ്ജസ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിദ്യതി വാഞ്ചതി. അതായത് വളരെ നമുക്ക് ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ. കർമ്മങ്ങളാൽ ഏതുണ്ടാകുന്നുവോ, കർമ്മം കൊണ്ട് നമുക്ക് സാധിക്കുന്നതൊക്കെയും, തപസ്സുകൊണ്ട് നമുക്ക് സാധിക്കുന്നതൊക്കെയും, ജ്ഞാനവൈരാഗ്യത ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടാവുന്ന ഫലങ്ങളും, യോഗാനുഷ്ഠാനം കൊണ്ട് കിട്ടുന്നതും, ദാനധർമ്മേണ ദാനധർമ്മങ്ങളാലും, ഇതരൈഹി ശ്രേയോഭി തീർത്ഥയാത്ര ബാക്കിയുള്ള ശ്രേയസ്കരമായിട്ടുള്ളത് കൊണ്ട് ലഭിക്കുന്നതും, ബാക്കി എന്ത് കാര്യങ്ങളെ കൊണ്ട് ലഭിക്കുന്നതും, തത് സർവം അത് മുഴുവൻ, സ്വർഗാപവർഗേ സ്വർഗവും മോക്ഷവും മദ്ഭക്ത എൻ്റെ ഭക്തൻ യതി വാഞ്ചതി ആഗ്രഹിച്ചുവെങ്കിൽ, ഭക്തനത് ആഗ്രഹം ഉണ്ടാവില്ല, ഭക്തന് ഭഗവാൻ മാത്രമേ വേണ്ടൂ എങ്കിലും അവർക്ക് ഒരു ഭക്തന് ആഗ്രഹമുള്ളതൊക്കെ മദ് ധാമ എൻ്റെ സ്ഥലമായ വൈകുണ്ഠത്തിനെ പോലും, എൻ്റെ സ്വധാമമായിട്ടുള്ള വൈകുണ്ഠത്തിനെ പോലും മദ് ഭക്തിയോഗേന എന്നോടുള്ള ഭക്തിയോഗത്താൽ കഥഞ്ചിത് എങ്ങനെയെങ്കിലും അഞ്ജസ എളുപ്പത്തിൽ ലഭിക്കുന്നു. എന്താ ഭഗവാൻ നമ്മളോട് പറയണേ? അതായത് കർമ്മങ്ങൾ കൊണ്ടും തപസ്, ജ്ഞാനം, വൈരാഗ്യം ഇതുകൊണ്ടും, യോഗാനുഷ്ഠാനങ്ങൾ കൊണ്ടും, ദാനം കൊണ്ടും, ബാക്കി തീർത്ഥയാത്ര അല്ലെങ്കിൽ ജപം, ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങൾ കൊണ്ടും എന്തെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം
എന്നിലുള്ള ഭക്തി കൊണ്ട് തന്നെ ഒരു ഭക്തന് ഒരു വിഷമവും കൂടാതെ ലഭിക്കും. അതായത് ഇനിയിപ്പോൾ അഥവാ വേറെ വല്ലതും സ്വർഗമോ മോക്ഷമോ വേറെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഭക്തൻ ചാൽ, എന്തിനു പറയണു, മോക്ഷവും എൻ്റെ സ്വധാമമായിട്ടുള്ള വൈകുണ്ഠാദി ലോകം, അതായത് സാരൂപ്യം, സാലോക്യം, സാമീപ്യം, സായുജ്യം, എല്ലാതരം മോക്ഷങ്ങളും അനായാസേന എൻ്റെ ഭക്തന് ലഭിക്കണു. അതായത് ഇതിൽ പറയണ്ടല്ലോ, യതി വാഞ്ചതി പറയണ്ടേ, എൻ്റെ ഭക്തന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല ഭക്തിയുള്ള ഒരാൾക്ക് ഒന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി, ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞ എന്താ വെച്ചാൽ, എന്താഗ്രഹം ഉണ്ടെങ്കിലും കർമ്മം കൊണ്ടോ യോഗം കൊണ്ടോ എന്തുകൊണ്ട് സാധിക്കും, ജ്ഞാനം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ദാനം കൊണ്ടോ തപസ് കൊണ്ടോ ലഭിക്കുന്നതൊക്കെയും മാത്രമല്ല, ഒരു ഭക്തൻ ആഗ്രഹമുള്ള എല്ലാം തന്നെയും എന്തിനു പറയണു, 4 തരം മോക്ഷങ്ങളും വൈകുണ്ഠം തന്നെ ഞാൻ നൽകും, ലഭിക്കും ഒരു ഭക്തന്. ഭക്തി കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. എന്നെ നിരന്തരം സ്മരിക്കൂ, എന്നിൽ എപ്പോഴും മനസ്സ് ദൃഢമായി നിർത്തൂ, വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണ് ഇതിൽ ഭഗവാൻ പറയണത്. എന്തൊരു സമാധാനവും സന്തോഷമാണ്. നമുക്ക് പറ്റുന്നത്ര ഭഗവാനെ സ്മരിക്കുക മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ സഹജമായിട്ട് വന്നോളും. അതാണ് ജ്ഞാനവും വൈരാഗ്യവും അതിൻ്റെ കൂടെ വന്നോളൂ. അപ്പം നമുക്ക് 32, 33 വായിച്ച് നമുക്കെല്ലാവർക്കും അതുപോലെ തനന്യ ഭക്തി, ദൃഢമായ ഭക്തി ഭഗവാനിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കിന്ന് ഇവിടെ നിർത്താം. യത് കർമ്മഭിർ യത് തപസാ ജ്ഞാനവൈരാഗ്യതശ്ചയൽ യോഗേന ദാനധർമ്മേണ ശ്രേയോഭിരിതരൈരപി സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭതേഞ്ജസ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിദ്യതി വാഞ്ചതി. ആഗ്രഹമുള്ളത് മോക്ഷോ വൈകുണ്ഠമാണ് മോഹം വെച്ചാൽ അതും ലഭിക്കും എന്ന് പറഞ്ഞ് നിർത്താം. ഞാൻ ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്യണത് വൈശാഖമാസം തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ വളരെ ഒരു ഭാഗ്യമായി ഭക്തിയെ പറ്റിയിട്ടുള്ള ആ ഭാഗം തന്നെ റെക്കോർഡ് ചെയ്യാൻ ഭഗവാൻ അന്നത്തേക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നു. തൽക്കാലം ഭഗവാനെ നമസ്കരിച്ച് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.